ഞാനിങ്ങനെ റാൻഡമായിട്ട് ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് കാണുകയാണ്. ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിലുള്ള സ്ത്രീകളുടെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു പോസ്റ്റ്. ഈ റിലീജിയസ് തിയോക്രസി എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, ശരിയ ലോ എന്നൊക്കെ പറയുന്നത്, അതിൻ്റെയൊക്കെ ഒരു ഭീകരത മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ ഇതൊന്ന് കേൾക്കണം. നിങ്ങൾ എനിക്കറിയില്ല എത്ര പേർക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയാമെന്ന്. നമ്മളെപ്പോഴും കാണുമ്പോൾ അഫ്ഗാനിസ്ഥാനിൽ കുറേ ട്രാവൽ ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ പോയിട്ട് മറ്റേ ഇവരുടെ തോളിൽ കൈയിടുന്നു, ഇവരുടെ ഫുഡ് കഴിക്കുന്നു, അവിടെയൊക്കെ അടിപൊളിയാന്ന് പറയുന്നു, അഫ്ഗാനിസ്ഥാൻ ടൂറിസത്തിന് ഓപ്പൺ ആയി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അങ്ങനത്തെ വീഡിയോസും അങ്ങനത്തെ ഒരു നെറേറ്റീവാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഇന്റർനെറ്റിലൊക്കെ നോക്കുമ്പോൾ ഈ കാര്യങ്ങളൊന്നും ആരും സംസാരിക്കുന്ന പോലും ഞാൻ കേട്ടിട്ടില്ല. 2021 അമേരിക്കക്കാരൊക്കെ ഇട്ടിട്ട് പോയപ്പോൾ താലിബാനാണല്ലോ പിന്നെ ഏറ്റെടുത്തത്, ഇപ്പൊ അവരാണല്ലോ ഭരിക്കുന്നത്. അപ്പോൾ കോസ്റ്റ് ഓഫ് ഫ്രീഡം എന്താണ്, അതായത് ശരിക്കും ഫ്രീഡം കിട്ടിയോ അമേരിക്കക്കാരുടെ കയ്യിൽ നിന്ന് എന്ന് ഒന്നുകൂടെ ചിന്തിക്കേണ്ട അവസ്ഥ വരുന്നു. ഇത് നോക്കുമ്പോൾ ലെസർ ഈവിളായിട്ട് നമുക്ക് തോന്നുന്നത് അമേരിക്കക്കാരുടെയാണ്. സംഭവം അഫ്ഗാനിസ്ഥാൻകാരുടെ കാര്യം പറയുമ്പോൾ നമ്മുടെ ഫ്രണ്ടാണ് ആക്ച്വലി. കാരണം പാകിസ്ഥാൻകാരായിട്ട് ഈ യുദ്ധം 2-3 മാസം മുന്നേ എന്തോ കഴിച്ചിട്ടുള്ളൂ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനൊക്കെ തമ്മിൽ. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ആക്ച്വലി നമ്മുടെ ഒരു അലയാണ്. പക്ഷെ ബൊമ്മാര് ചെയ്യുന്ന തോന്നിവാസം ഉണ്ടല്ലോ, ഇതൊന്നും നമ്മളിങ്ങനെ കേട്ടിട്ടും കണ്ടിട്ടും കണ്ണടിച്ചിരിക്കുന്നതൊന്നും അത്ര ശരിയല്ല. ഞാൻ ഓരോന്നായിട്ട് പറഞ്ഞു തരാം. ആദ്യത്തെ, സ്ത്രീകൾക്ക് പബ്ലിക് സ്പേസിൽ പോയിട്ട് സംസാരിക്കാനോ പാട്ട് പാടാനോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും പറയുന്നത് കേൾക്കാനോ പറ്റില്ല. അത് പ്രൊഹിബിറ്റഡ് ആണ്. പബ്ലിക് പാർക്ക്, ജിമ്മ്, ബ്യൂട്ടി സലൂൺ, സ്പോർട്സ് ക്ലബ്, നാഷണൽ പാർക്ക്, അമ്യൂസ്മെന്റ് പാർക്ക്, പിന്നെ എന്തെങ്കിലും റിക്രിയേഷണൽ സ്പേസസ്, എന്തെങ്കിലും ഒരു എൻ്റർടൈൻമെൻറ്റിൻ്റെ ഒരു സാധനം ഉണ്ടെങ്കിൽ അവിടെ എല്ലാം സ്ത്രീകളെ ബാൻ ചെയ്തിട്ടുണ്ട്. ഓൾറെഡി സ്ത്രീകൾക്ക് എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ ആ ജോലിയിൽ നിന്ന് അവരെ പിരിച്ചുവിട്ടിട്ടുണ്ട്. പിന്നെ ഈ ഗവൺമെൻറ്റും പൊളിറ്റിക്കലായിട്ട് എന്തെങ്കിലും ബന്ധപ്പെട്ടിട്ട് ഈ സ്ത്രീകൾ എന്തെങ്കിലും ഒരു പൊസിഷനിൽ ഉണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ റിമൂവ് ചെയ്തു. 6ാം ക്ലാസ് വരെ പഠിക്കാൻ അനുവദിക്കുന്നുള്ളൂ സ്ത്രീകളെ. 6ാം ക്ലാസ് കഴിഞ്ഞാൽ ഒന്നും പഠിക്കാൻ സമയമില്ല. പണ്ടൊരു ഫിക്സ്ഡ് മിനിമം ഏജ് ഉണ്ടായിരുന്നു കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട്, ഒരു പ്രായപൂർത്തിയാവുന്ന ഒരു ഏജ് ഉണ്ടായിരുന്നു. അതിപ്പോൾ എടുത്തു വിട്ടു. അങ്ങനെ ഒരു സംഭവമേ ഇല്ല. മിനിമം ഏജ് എന്ന് പറഞ്ഞ ഒരു പരിപാടിയേ ഇല്ല. ഡൊമസ്റ്റിക് വയലൻസ് വിക്ടിംസിനെ പാർപ്പിക്കാൻ വേണ്ടിയിട്ട് ഷെൽട്ടേഴ്സ് ഉണ്ടായിരുന്നു, വുമൺ ഷെൽട്ടേഴ്സ്. അതിനെയൊക്കെ ഡിസ്മാൻഡിൽ ചെയ്തു. അതേപോലെ ഡൊമസ്റ്റിക് വയലൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കേസേ എടുക്കുന്നില്ല. അതാണ് ഇവരുടെ ശരിയ ലോയിൽ ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിലുള്ളത്. പിന്നെ ഒറ്റയ്ക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല. ഒരു മെയിൽ ഗാർഡിയൻ എപ്പോഴും കൂടെ വേണം. ഈ ചെറിയ കുട്ടികളിലൊക്കെ നമ്മൾ സ്കൂളിൽ പിടിച്ചിട്ട് കൊണ്ടുപോകണ പോലെ അങ്ങനെ കെയറിങ് പ്രോ മാക്സ്. ഏറ്റവും വലിയ കോമഡി എന്താ വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് ഈ ആണുങ്ങളായിട്ടുള്ള ഡോക്ടേഴ്സിനെ കാണാൻ പറ്റില്ല, ഫീമെയിൽ ഡോക്ടേഴ്സിനെ കാണാൻ പറ്റുള്ളൂ. എന്നാൽ ഫീമെയിൽ ഡോക്ടേഴ്സ് ആവാനുള്ള പഠിക്കാൻ സ്ത്രീകളെ അനുവദിക്കില്ല. ബേസിക്കലി സ്ത്രീകൾക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ ദേ ആർ ഡൈയിങ് ആക്ച്വലി.